ഈദ് ആശംസകൾ കൈമാറി ദിവസങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 1000 കിലോ ഹരിഭംഗ മാമ്പഴങ്ങൾ അയച്ചിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ വിടവാങ്ങലിനു ശേഷം വഷളായ ബന്ധങ്ങൾക്കിടയിൽ ഈ മധുര പ്രകടനം ഏഷ്യയിലെ മാമ്പഴ നയതന്ത്രത്തിന്റെ ഒരു നീണ്ട പാരമ്പര്യം പിന്തുടരുന്നു. ഇത് ഇന്ത്യയോടുള്ള ബംഗ്ലാദേശിന്റെ സമീപനത്തിൽ സാധ്യമായ മാറ്റത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അനുകൂല സാഹചര്യം ഉണ്ടായാൽ ബംഗ്ലാദേശുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് യൂനിസിന്റെ മാങ്ങാ നയതന്ത്രം. മോദിയോടൊപ്പം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ എന്നിവർക്കും മാമ്പഴം എത്തിക്കുന്നുണ്ട്. വടക്കൻ ബംഗ്ലാദേശിൽ കൃഷി ചെയ്യുന്ന വളരെ വിലപിടിപ്പുള്ള ഇനമായ ഹരിഭംഗ മാമ്പഴങ്ങളുമായി കണ്ടെയ്നർ ഇന്ന് ഡൽഹിയിലെത്തുമെന്ന് ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഏകോപിപ്പിച്ച ഈ നടപടി ന്യൂഡൽഹിയെ വീണ്ടും സജീവമാക്കുന്നതിനായി ധാക്കയിലെ നിലവിലെ കെയർടേക്കർ ഭരണകൂടം നടത്തുന്ന വിശാലമായ നയതന്ത്ര ശ്രമത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ സമ്മാനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും നയതന്ത്ര സേനയിലെയും വിശിഷ്ട വ്യക്തികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് ഉദ്ദേശിച്ചിരിക്കുന്നു. ഉപഭൂഖണ്ഡത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഈ ഒരു കയറ്റുമതി. അവിടെ സീസണൽ പഴങ്ങൾ, പ്രത്യേകിച്ചും മാമ്പഴം, സൗമനസ്യത്തിന്റെ അടയാളമായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായും നേതാക്കളുമായും ഇത്തരം പ്രതീകാത്മക കൈമാറ്റങ്ങളിൽ പലപ്പോഴും ഏർപ്പെട്ടിട്ടുമുണ്ട്.